അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 37 സൂറത്ത് 139 ആയത്ത് യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണ്. യൂനുസ് അലൈഹി ഇസ്ലാമും റസൂലാണ്. അദ്ദേഹം ഭാരം നിറച്ച കപ്പലിലേക്ക് ഒളിച്ചോടി. കൂട്ടുകാരോട് ദഅവ ചെയ്ത് മടുത്തു. ഒരൊറ്റണം കേൾക്കുന്നില്ല. 1,00,000-ലധികം വരുന്ന ആൾക്കാരുണ്ട് നിനേവ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറാഖിലാണ്. ആൾക്കാർ കളിയാക്കുക, അലി ഉപദ്രവിക്കുക, അലി കൊല്ലാൻ നോക്കുക. അതിന് ദേഷ്യം വന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടാതെ അവിടുന്ന് ഒരു കപ്പലിൽ കയറി ദൂരെ സ്ഥലത്തേക്ക് പോയി. അതായത് ഇവർ പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ സ്ഥലത്ത് പോയി ദഅവ ചെയ്ത് വേറെ നാട്ടിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ കപ്പൽ പോയപ്പോൾ കപ്പൽ കുലുങ്ങാനും കാറ്റടിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ കപ്പലിൽ സാറിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം അനുസരിച്ചിട്ട് ചീത്ത ആരെങ്കിലും കപ്പലിൽ ഉണ്ടാവും, അള്ളാഹുവിനോ ദേഷ്യമുള്ള അല്ലെങ്കിൽ പാപിയായ ഒരാൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ നറുക്കെടുത്ത് നോക്കും, അങ്ങനെ പേര് വരുന്നു, ആ ആളെ വെള്ളത്തിലേക്ക് പിടിച്ചിടുന്നു, കാറ്റ് കുറയുന്നു. അതൊക്കെ അന്നത്തെ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ നറുക്കെടുത്തു. അദ്ദേഹം തോറ്റുപോയവരുടെ കൂട്ടത്തിലെ അത് നറുക്കെടുപ്പിൽ പേര് വന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കടലിലേക്ക് ഇട്ടു. അപ്പോൾ ഒരു വൻ മത്സ്യം ഹൂത്ത് വന്ന് വിഴുങ്ങി. പക്ഷെ അദ്ദേഹം പണ്ടും എന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവനായിരുന്നു. മുസബ്ബിഹീൻ, സുബ്ഹാൻ, അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നത് കൊണ്ട് ഞാൻ വിട്ടു, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ ആ മീനിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിച്ചേനെ എന്ന് അള്ളാഹു താക്കീത് പോലെ ദേഷ്യത്തോട് പറയുകയാണ്. യൂനുസ് അലൈഹി ഇസ്ലാമിനെ ഒരു മീൻ കടൽ തീരത്തേക്ക് വന്നിട്ട് ഛർദ്ദിച്ചു. മീൻ വെട്ടുക എന്ന് പറയുക, അല്ലാതെ മീൻ വിഴുങ്ങി അല്ലെങ്കിൽ മീൻ കടിച്ചു തിന്നു അങ്ങനെ പറയാറില്ല. ഒറ്റ വെട്ടാണ്. എന്നിട്ട് പൂർണ്ണമായിട്ട് മീനിനെ തന്നെ വയറ്റിനകത്തിട്ടിട്ട് ദ്രവിപ്പിച്ച് അതിൻ്റെ മുള്ളടക്കം ദ്രവിപ്പിച്ച് കളയും. അത്രയധികം കട്ടിയുള്ള ദഹനരസങ്ങൾ വേറെ ഏത് ജീവിയിലുള്ളതിലും കൂടുതൽ ശക്തമായ ദഹനരസങ്ങൾ മീനിൻ്റെ വയറ്റിലുണ്ട്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ആൾ അവശനായിരുന്നു, അനാരോഗ്യവാനായിരുന്നു, മേത്തുള്ള തൊലി മുഴുവൻ ദ്രവിച്ചു പോയായിരുന്നു. ഇവിടെ വന്ന് വീണപ്പോൾ അള്ളാഹു ആൾ വീണ കടലിൻ്റെ കരയിൽ ഒരു യഖത്തീൻ എന്ന് പറയുന്ന ഒരു മരത്തിനെ വളർത്തി. അപ്പോൾ അതിൻ്റെ വലിയ എന്തോ ഇലയാണ്, അതിൽ ഒരെണ്ണത്തിൽ കിടന്നു, ഒരില കൊണ്ട് മൂടി, മേത്ത് കാറ്റും മണ്ണും പൊടിയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാറ്റോ ഈച്ച പോലും വന്നിരിക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ തന്നെ പഴുക്കാനും ഇൻഫെക്ഷൻ ആവാനും സാധ്യതയുണ്ട്. ആ മരത്തിൽ തന്നെ ഉണ്ടായ പഴങ്ങൾ കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി, തൊലിയൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ എന്തോ ഒരു പ്രത്യേക മരമാണത്, അത്ഭുതകരമായത്. അതൊരു മുഅ്ജിസത്തുമാണ് പ്രവാചകൻ്റെ. അസുഖം മാറി കഴിഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹം നിനേവയിലേക്ക് പോയി. 1,00,000-ലധികം ഉണ്ടായിരുന്ന ആളുകൾ അവരെല്ലാവരും വിശ്വസിച്ചു. കാരണം ഈ നബി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശിക്ഷ ഇറങ്ങി. അവർക്ക് കാണാമായിരുന്നു ആകാശത്ത് കാർമേഘമായിട്ടോ അല്ലെങ്കിൽ കല്ലുകളായിട്ടോ, അള്ളാഹു അല്ല എന്താണെന്നറിയില്ല, ശിക്ഷ അവരെല്ലാവരും കണ്ടു. പക്ഷേ നബിയുടെ അനുവാദമില്ലാതെ ആ സമുദായത്തിനെ അള്ളാഹു ശിക്ഷിക്കാറില്ല, ഏത് സമുദായത്തിനെ. അപ്പോൾ ഈ നബി അവർക്കെതിരെ ദുആ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അള്ളാഹുവിന് ശിക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി, ഈ നബി പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണ്, നമ്മളായിരുന്നു തെറ്റ്. ആൾ പോയപ്പോഴത്തേക്കും ശിക്ഷ ഇറങ്ങി. അപ്പോൾ അവരെല്ലാവരും പേടിച്ച് കുറച്ച് ഇരിക്കുകയാണ്. അങ്ങനെ യൂനുസ് അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും ഒറ്റയടിക്ക് വിശ്വസിച്ചു, ആ രാജ്യം മുഴുവൻ. അപ്പോൾ ശിക്ഷ ഉയർത്തി. അള്ളാഹു പറയുന്നു, ചരിത്രത്തിൽ ശിക്ഷ ഇറങ്ങിയതിന് ശേഷം തിരിച്ചു കയറിയ ആകെ ഒരു സംഭവം ഇതേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് കുറച്ച് നാളത്തേക്ക് സുഖജീവിതം കൊടുത്തു. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന 50 കൊല്ലോ 100 കൊല്ലോ എത്രയാണോ അത്.